അച്ഛനും മകളും അവധി ആഘോഷിക്കാൻ വേണ്ടി അവരുടെ തടാകത്തിലെ വീട്ടിലേക്ക് പോകും. ഈ ടൈമിൽ തന്നെ തടവിൽ നിന്ന് രക്ഷപ്പെട്ട കുറെ പ്രതികൾ ആ വീട്ടിലേക്ക് എത്തും. ആ വീട്ടിൽ കയറി ആക്രമിക്കുകയും ചെയ്യും. അവർക്ക് ആ വീട്ടിൽ നിന്ന് എന്തോ ഒന്ന് വേണമായിരുന്നു. എന്തായിരിക്കും അത്? പറഞ്ഞു വരുന്നത് 2020 ഇറങ്ങിയ ബെക്കി എന്ന മൂവിയെ പറ്റിയാണ്. അപ്പം നമുക്ക് ടൈം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. മൂവി തുടങ്ങുമ്പോൾ തന്നെ നമ്മളെ കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ വെച്ച് പോലീസുകാർ ഹീറോയിനായിട്ടുള്ള ബെക്കിയെ ചോദ്യം ചെയ്യുന്നതാണ്. ചോദ്യം ചെയ്യുന്ന ടൈമിൽ ബെക്കി എനിക്കൊന്നും ഓർമ്മയില്ലെന്നും എല്ലാം മറന്നുപോയെന്നും പറയും. പിന്നീട് നമ്മളെ കാണിക്കുന്നത് 2 ആഴ്ച മുമ്പ് നടന്ന കാര്യങ്ങളാണ്. ബെക്കിയുടെ ഡാഡി വീക്കെൻഡിൽ അവളെ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരും. അവർ വണ്ടിയുമായി ഒരിടത്തേക്ക് യാത്ര പോകും. ഈ ടൈമിൽ തന്നെ ആ റൂട്ടിൽ പ്രതികളെയും കൊണ്ടുവരുന്ന ഒരു വണ്ടി ഉണ്ടായിരുന്നു. 5 ക്രിമിനലുകളെ വേറെ ഒരു ജയിലിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയായിരുന്നു അത്. ആ വണ്ടിയുടെ അകത്ത് അപ്പെക്സും ഹോളണ്ടും അതോടൊപ്പം തന്നെ ഇവരുടെ ലീഡറായ ഡോമിനിക്കും ഉണ്ടായിരുന്നു. ലീഡറായ ഡോമിനിക്ക് ഇവർക്ക് കുറേ നിർദ്ദേശങ്ങൾ കൊടുക്കും. ആ ടൈമിൽ ഇവരുടെ ഗാങ്ങിലില്ലാത്ത 4ാമത്തെ പ്രതിയെ അപ്പെക്സ് ആക്രമിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ആ പ്രതിയുടെ ബോധം പോകും. ഈ ടൈമിൽ ഡോമിനിക്ക് പോലീസിനൊരു വണ്ടി നിർത്താനായും പറയും. ഈ ടൈമിൽ ബെക്കിയും ഡാഡിയും പമ്പിലെത്തിയിട്ടുണ്ടായിരുന്നു. 2 പേരും അകത്തുള്ള കടയിലേക്ക് കയറും. ആ ടൈമിൽ ജയിൽ പുള്ളികൾ രക്ഷപ്പെട്ടു എന്നുള്ള വാർത്ത ബെക്കിയും ഡാഡിയും കേൾക്കുന്നുമുണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും ബെക്കി അത്ര കാര്യമാക്കുന്നുമില്ലായിരുന്നു. കടയിൽ നിൽക്കുമ്പോഴാണ് അവിടെ ഒരേ കളറുള്ള ഉടുപ്പുമിട്ട് നിൽക്കുന്ന ഫാമിലിയെ ബെക്കി കാണുന്നത്. ഇത് കണ്ട ബെക്കി കടയിൽ നിന്ന് വിഷമത്തോടെ പുറത്തേക്ക് ഇറങ്ങും. പുറത്തേക്ക് പോയ ബെക്കി 2 വർഷം മുമ്പ് ക്യാൻസർ വന്ന് മരണപ്പെട്ട അവളുടെ അമ്മയുടെ ഫോട്ടോ നോക്കി നിൽക്കും. അങ്ങനെ പിന്നീട് ബെക്കിയും ഡാഡിയും വീണ്ടും യാത്ര തുടങ്ങും. ഈ ടൈമിലാണ് ഡാഡി പറയുന്നത് നമ്മൾ ലേക്ക് ഹൗസിലേക്കാണ് പോകുന്നതെന്ന്. ഇത് കേട്ട ബെക്കിക്ക് നല്ല ദേഷ്യം വരും. കാരണം ഡാഡി ആ ലേക്ക് ഹൗസ് വിൽക്കാൻ പോവുകയായിരുന്നു. പക്ഷേ ഇതെല്ലാം പറഞ്ഞ ഡാഡി അത് വിൽക്കുന്നില്ലെന്നും ബെക്കിയോട് പറയും. ഇത് കേൾക്കുമ്പം ബെക്കി നല്ല ഹാപ്പിയാകും. അങ്ങനെ ലേക്ക് ഹൗസിലേക്ക് ചെന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന ടൈമിലാണ് അങ്ങോട്ടേക്ക് വേറൊരു വണ്ടി വന്നത്. ഇത് കണ്ട ബെക്കിക്ക് വീണ്ടും ദേഷ്യം വരും. അത് വേറെ ആരുമല്ലായിരുന്നു, അവളുടെ ഡാഡി 2ാമത് കല്യാണം കഴിക്കാൻ പോകുന്ന കില്ലി എന്ന പേരുള്ള പെണ്ണായിരുന്നു. കില്ലിയോടൊപ്പം അവളുടെ മകനും കൂടി ഉണ്ടായിരുന്നു. ഇവരെ കാണുമ്പം ബെക്കിയുടെ നായ അവരുടെ അടുത്തേക്ക് ഓടിയെത്തും. പക്ഷേ ഇതൊന്നും ബെക്കിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു. ഈ ടൈമിൽ ഡോമിനിക് ഉൾപ്പെടെയുള്ള എല്ലാ പ്രതികളും അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇവർക്ക് പോകാൻ വേണ്ടി ഒരു വണ്ടി വേണമായിരുന്നു. അതുകൊണ്ട് തന്നെ ഡോമിനിക് പോലീസിന്റെ വേഷമിടും. എന്നിട്ട് അവിടേക്ക് വന്നൊരു വണ്ടി തടഞ്ഞു നിർത്തുകയും ചെയ്യും. വണ്ടിയിൽ നിന്ന് ആളെ ഇറക്കിയ ശേഷം ഡോമിനിക് അയാളെ ആക്രമിക്കും. ഈ ടൈമിൽ വണ്ടിയിലുണ്ടായിരുന്ന അയാളുടെ മക്കൾ ഇത് കണ്ട് പേടിക്കുന്നതായിട്ടും നമ്മളെ കാണിക്കും. ഇവിടെ ഫുഡ് കഴിക്കുന്ന ടൈമിൽ ബെക്കിക്ക് കില്ലിയെ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു. അവളുടെ ഡാഡി ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുമുണ്ടായിരുന്നു. പക്ഷേ ഡാഡി പറയുന്നതൊന്നും കേൾക്കാതെ ബെക്കി ആ വീട്ടിൽ നിന്നിറങ്ങും. പുറകെ തന്നെ ഡാഡിയും പോകുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവളിതൊന്നും കാര്യമാക്കാതെ അവിടുന്ന് കാട്ടിലേക്ക് നടക്കും. ദേഷ്യത്തോടെ ബെക്കി അവിടുന്ന് അവളുടെ ഔട്ട് ഹൗസിലേക്ക് നടക്കും. അകത്തേക്ക് കയറി അവളുടെ അമ്മയുടെ ഫോട്ടോ നോക്കി നിൽക്കുകയും ചെയ്യും. ഇവിടെ വീട്ടിൽ പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്ന ടൈമിലാണ് ബെല്ലടിക്കുന്ന ശബ്ദം കേട്ട് കില്ലി ഡോറിൻ്റെ അടുത്തേക്ക് പോകുന്നത്. ഈ ടൈമിൽ തന്നെ ബെക്കിയുടെ ഡാഡിയും പുറത്തുനിന്ന് വീട്ടിലേക്ക് കയറി വരും. പക്ഷേ ആ ടൈമിൽ വീടിനകത്ത് ഡോമിനിക്ക് കയറിയിട്ടുണ്ടായിരുന്നു. തൻ്റെ കാണാതെ പോയ നായയെ അന്വേഷിച്ചിറങ്ങിയതാണെന്ന് ഡോമിനിക്ക് ഇവരോട് കള്ളം പറയും. ഈ ടൈമിലാണ് ഔട്ട് ഹൗസിലുള്ളൊരു പെട്ടിയിൽ നിന്ന് ബെക്കി ഒരു പ്രത്യേക താക്കോൽ എടുക്കുന്നത്. ഇത് കണ്ട് അത്ഭുതം തോന്നിയ ബെക്കി അതെടുത്ത് സൂക്ഷിച്ചു വെക്കുകയും ചെയ്യും. ഇവിടെ നായയെ അന്വേഷിക്കുന്ന ഡോമിനിക്കാണെങ്കിലോ ആ വീട്ടിൽ മറ്റൊരു നായ കൂടി ഉണ്ടായിരുന്നു. ആ നായ ക്രോസ് ബ്രീഡ് ആണെന്ന് പറഞ്ഞു അതും ഇതുമൊക്കെ പറഞ്ഞ് ഡോമിനിക്ക് അവരുമായിട്ട് അടിയുണ്ടാക്കും. ഇത് കണ്ട ബെക്കിയുടെ ഡാഡിക്ക് നല്ല ദേഷ്യം വരും. വേഗം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ഡാഡി ഡോമിനിക്കിനോട് പറയും. ഡാഡി ഡോറ് തുറക്കുകയും ചെയ്യും. ആ ടൈമിൽ അപ്പെക്സ് അകത്തേക്ക് വന്ന് ഡാഡിയുടെ കഴുത്തിന് പിടിക്കും. പുള്ളിയെ ശ്വാസം മുട്ടിച്ച് ബോധം കെടുത്തുകയും ചെയ്യും. ഈ ടൈമിൽ ഡോമിനിക്കിൻ്റെ നിർദ്ദേശം പോലെ അപ്പെക്സ് കില്ലിയെയും അവളുടെ കുട്ടിയെയും പിടിക്കാൻ വേണ്ടി പോകും. ഒളിച്ചിരിക്കുന്ന കില്ലിയെയും മകനെയും കണ്ടുപിടിച്ച് ഡോമിനിക്ക് പറഞ്ഞതുപോലെ അവളുടെ ഫോൺ നശിപ്പിക്കുകയും ചെയ്യും. പക്ഷെ അപ്പെക്സിന് ഇവരെ ഉപദ്രവിക്കാൻ തോന്നിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് വേഗം കാട്ടിലേക്ക് ഓടിപ്പോക്കോളാൻ അപ്പെക്സ് അവരോട് പറയും. അങ്ങനെ പേടിയോടെ കില്ലിയും മകനും ആ വീട്ടിൽ നിന്ന് കാട്ടിലേക്ക് പോകും. പുറകെ തന്നെ അവരുടെ നായയും വരുന്നുണ്ടായിരുന്നു. ഈ ടൈമിലാണ് ബെക്കി ഔട്ട് ഹൗസിലൂടെ പോളിനെയും ഹാമണ്ടിനെയും കാണുന്നത്. പോളും ഹാമണ്ടും കില്ലിയെയും കണ്ടുപിടിക്കും. എവിടേക്ക് പോവുകയാണെന്ന് അവർ ചോദിക്കും. ഇത് കേട്ട കില്ലിയുടെ മകൻ ബെക്കിയെ കണ്ടുപിടിക്കാൻ പോവുകയാണെന്നും പറയും. പെട്ടെന്ന് പറ്റിക്കാൻ വേണ്ടി ബെക്കി അവരുടെ നായയാണെന്ന് കില്ലി പോളിനോടും ഹാമണ്ടിനോടും പറയുകയും ചെയ്യും. ഈ ടൈമിലാണ് അവരുടെ നായ അങ്ങോട്ടേക്ക് ഓടി വരുന്നത്. ഇത് കണ്ട് ദേഷ്യം വന്ന പോള് ആ നായയെ ഷൂട്ട് ചെയ്ത് കൊല്ലുകയും ചെയ്യും. ഇതെല്ലാം ഔട്ട് ഹൗസിലിരുന്ന് കണ്ട ബെക്കി അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങും. പക്ഷെ അവളുടെ നായയെ അവൾ പുറത്തേക്ക് കൊണ്ടുവരില്ല.
ബെക്കി അവിടെ നിന്ന് ആരും കാണാതെ ലേക്ക് ഹൗസിലേക്ക് വരും. അകത്തേക്ക് നോക്കുമ്പോഴോ ഡാഡിയെയും കില്ലിയെയും അവളുടെ മകനെയും ഡോമിനിക്ക് തടവിലാക്കിയിട്ടുണ്ടായിരുന്നു. ഡോമിനിക്ക് അവരോട് പറയും, ഞാൻ വന്ന ഉദ്ദേശം കഴിഞ്ഞാൽ ഇവിടുന്ന് പൊക്കോളാമെന്ന്. പക്ഷേ ഇത് കേട്ട കില്ലിയാണെങ്കിലോ അവർ നമ്മുടെ മുഖം കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അവർ നമ്മളെ ഉറപ്പായും കൊലപ്പെടുത്തുമെന്ന് ബെക്കിയുടെ ഡാഡിയോട് പറയും. വീടിനകത്തെ ബേസ്മെൻറ്റിലേക്ക് പോയ ഡോമിനിക്ക് താൻ പണ്ട് അവിടെ ഒളിപ്പിച്ച ഒരു ബോക്സ് കണ്ടെത്തും. പക്ഷെ അത് തുറന്നു നോക്കുമ്പോഴോ അതിനുള്ളിൽ താക്കോലില്ലായിരുന്നു. ഇത് കണ്ട ഡോമിനിക്ക് നല്ല ദേഷ്യത്തിലാകും. ഈ ടൈമിൽ തന്നെ ബെക്കി അവളുടെ റൂമിലെ വിൻഡോ വഴി അകത്തേക്ക് കയറാൻ നോക്കും. പക്ഷേ ബേസ്മെൻറ്റിൽ നിന്ന് പുറത്തേക്ക് വന്ന ഡോമിനിക്കിനെ കണ്ട ബെക്കി അകത്തുള്ള അവളുടെ വാക്കി ടോക്കി എടുത്ത ശേഷം പുറത്തേക്ക് ചാടും. ഡോമിനിക്ക് അവളുടെ റൂമിലേക്ക് വന്ന് വിൻഡോ വഴി പുറത്തേക്ക് നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ബെക്കി എങ്ങനെയൊക്കെയോ വിൻഡോയുടെ താഴെ ഒളിച്ചിരിക്കും. ഫാമിലിയുടെ അടുത്തേക്ക് എത്തിയ ഡോമിനിക്ക് ബെക്കിയുടെ ബാഗ് എടുത്ത് അവളുടെ ഡാഡിയെ കാണിക്കും. ഇതോടെ ബെക്കി അവളുടെ നായല്ലെന്നും പുള്ളിയുടെ മകളാണെന്നുമുള്ള കാര്യം ഡോമിനിക്കിന് പിടികിട്ടും. ഡോമിനിക്ക് അന്വേഷിക്കുന്ന താക്കോലിനെ പറ്റിയുള്ള കാര്യങ്ങൾ അവളുടെ ഡാഡിയോട് ചോദിക്കും. പക്ഷെ അവർക്കാർക്കും അതിനെപ്പറ്റി അറിയില്ലായിരുന്നു. അതോടെ ബെക്കിയെ കൂടി ചോദ്യം ചെയ്യാമെന്ന് ഡോമിനിക്ക് ഓർക്കും. അവൾ എവിടെയുണ്ടെന്ന് ഡോമിനിക്ക് ബെക്കിയുടെ ഡാഡിയോട് ചോദിക്കും. ഇത് കേട്ട പുള്ളി അവൾ അറ്റ്ലാന്റയിലുള്ള അവളുടെ അമ്മയുടെ വീട്ടിലാണെന്നും പറയും. പക്ഷേ ബെക്കിയുടെ ഫോൺ ബാഗിലുള്ളത് കൊണ്ട് തന്നെ ഡോമിനിക്ക് ഇത് വിശ്വസിക്കില്ല. അതുകൊണ്ട് തന്നെ ഡോമിനിക്ക് ഗണ്ണെടുത്ത് അവളുടെ ഡാഡിയെ പേടിപ്പിക്കും. പക്ഷേ പുള്ളി അതിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. ആ ടൈമിലാണ് ദേഷ്യം വന്ന ഡോമിനിക്ക് കില്ലിയുടെ കാലിലേക്ക് ഷൂട്ട് ചെയ്യുന്നത്. ഈ വെടിവെച്ച ശബ്ദം അവിടെ ബെക്കി വരെ കേൾക്കുന്നുണ്ടായിരുന്നു. ശബ്ദം കേട്ട ബെക്കി വീട്ടിലുള്ള വാക്കി ടോക്കിലേക്ക് വിളിക്കും. കോളെടുത്ത ഡോമിനിക്കിനോട് പറയും, ഞാൻ അവിടെ നോടി നെയ്ബറിൻ്റെ വീട്ടിലേക്ക് എത്തി. ആ വീട്ടിൽ നിന്ന് പോലീസിനെ വിളിച്ചിട്ടുമുണ്ടെന്ന്. പക്ഷേ വാക്കി ടോക്കിയുടെ റേഞ്ച് വെച്ച് ഡോമിനിക്കിന് പിടികിട്ടും അവൾ ഇവിടെ അടുത്ത് തന്നെ ഉണ്ടെന്നുള്ളത്. ബെക്കിയുടെ ഫോൺ വീട്ടിൽ നിന്ന് കണ്ടെത്തിയെന്നുള്ള കാര്യം ഡോമിനിക്ക് അവളോട് പറയും. പിന്നീട് അവളുടെ ഡാഡിയെ വലിച്ചുകൊണ്ട് അപ്പെക്സും ഡോമിനിക്കും വീടിന് പുറത്തേക്ക് പോകും. നിന്റെ ഡാഡിയോട് നിനക്ക് എത്ര ഇഷ്ടമുണ്ടെന്ന് ഇന്ന് നമുക്കറിയാമെന്ന് ഡോമിനിക്ക് ബെക്കിയോട് പറയും. ബേസ്മെൻറ്റിലുള്ള പെട്ടിയുടെ താക്കോൽ നിന്റെ കയ്യിലുണ്ടെന്നുള്ള കാര്യം എനിക്കറിയാമെന്ന് ഡോമിനിക്ക് പറയും. ഇത് കേട്ട ബെക്കി പേടി കാരണം അതെൻ്റെ കയ്യിലില്ലെന്നും പറയും. പക്ഷെ അവളുടെ സംസാരത്തിൽ നിന്ന് ആ താക്കോൽ അവളുടെ കയ്യിലുണ്ടെന്നുള്ള കാര്യം ഡോമിനിക്കിന് പിടികിട്ടും. അതുകൊണ്ട് തന്നെ ഡോമിനിക്ക് ചൂടാക്കിയ കമ്പിയെടുത്ത് അവളുടെ ഡാഡിയുടെ കവിളിൽ വെച്ച് പൊള്ളിക്കുകയും ചെയ്യും. ഡാഡിയുടെ കയ്യിൽ ഫോൺ കൊടുത്തിട്ട് അവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനും പറയും. ഇത് കേട്ട ഡാഡിയാണെങ്കിലോ ബെക്കിയോട് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെട്ടോളാനും പറയും. ഇത് കാരണം ദേഷ്യം വന്ന ഡോമിനിക്ക് അവിടെയുള്ള കമ്പിയെടുത്ത് അവളുടെ ഡാഡിയുടെ വയറ്റിലേക്ക് കുത്തുകയും ചെയ്യും. ഇതോടുകൂടി താക്കോല് കൊടുക്കാമെന്ന് ബെക്കി പറയും. അവൾ താക്കോലെടുക്കാൻ വേണ്ടി ഔട്ട് ഹൗസിലേക്ക് ഓടും. ഈ ടൈമിലാണ് ബെക്കിയുടെ ഡാഡി അപ്പെക്സിനെയും ഡോമിനിക്കിനെയും ആക്രമിക്കുന്നത്. ആക്രമിച്ച ശേഷം അവിടെ നിന്ന് കാട്ടിലേക്ക് ഓടി രക്ഷപ്പെടുകയും ചെയ്യും. കാട്ടിലെത്തുമ്പോൾ ഡാഡി ബെക്കിയെ കണ്ടുമുട്ടും. ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടോളാൻ ഡാഡി പറയും. ആ ടൈമിൽ അങ്ങോട്ടേക്ക് ഓടി വന്ന ഡോമിനിക്ക് ഡാഡിയെ വെടിവെച്ച് കൊലപ്പെടുത്തുകയും ചെയ്യും. ഇത് കണ്ട് ബെക്കി പേടിച്ച് നിൽക്കുന്ന ടൈമിൽ ഡോമിനിക്ക് അവളെയും പിടികൂടും. പക്ഷേ കയ്യിലുള്ള താക്കോൽ ഉപയോഗിച്ച് ബെക്കി ഡോമിനിക്കിനെയും ആക്രമിക്കും. പിന്നീട് അവൾ അവിടുന്ന് ഓടിപ്പോവുകയും ചെയ്യും. അങ്ങനെ കണ്ണിന് മുറിവ് പറ്റിയ ഡോമിനിക്ക് വീണ്ടും ലേക്ക് ഹൗസിലേക്ക് പോകും. അവൻ്റെ കണ്ണിന് നല്ല ആഴത്തിൽ മുറിവ് പറ്റിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മുറിവ് പറ്റിയ ഭാഗം മുറിച്ച് കളയാൻ വേണ്ടി ഡോമിനിക്ക് ഹാമണ്ടിനോട് പറയും. പക്ഷേ ഹാമണ്ടിന് നല്ല പേടിയാകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഡോമിനിക്ക് തന്നെ അവൻ്റെ കണ്ണിൻ്റെ ഭാഗം മുറിച്ച് കളയും. അതോടൊപ്പം തന്നെ ബെക്കിയെ പോയി പിടിക്കാൻ വേണ്ടി പോളിനോട് പറയുകയും ചെയ്യും. ബെക്കി ആ ടൈമിൽ തടാകത്തിൽ വിഷമത്തോടെ ഇരിക്കുകയായിരുന്നു. ആ ടൈമിലാണ് പോൾ അവൻ്റെ വാക്കി ടോക്കി വഴി ബെക്കിയെ കോൾ ചെയ്യുന്നത്. ഇതറിഞ്ഞ ബെക്കി അവിടെ നോടി ഔട്ട് ഹൗസിലേക്ക് കയറുകയും ചെയ്യും. അങ്ങോട്ടേക്ക് വന്ന പോള് കതക് തുറക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അകത്ത് അവളുടെ നായ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പോളിന് നല്ല പേടിയാകും. കാരണം പോള് ആ ടൈമിൽ തോക്കുമെടുത്തിട്ടില്ലായിരുന്നു. ആ താക്കോൽ എങ്ങനെയെങ്കിലും എനിക്ക് തന്നാൽ നിങ്ങളെല്ലാം ജീവനോടെ വിടാമെന്ന് പോൾ അവളോട് പറയും. പക്ഷേ മുമ്പ് കില്ലിയുടെ നായയെ വെടിവെക്കുന്നത് കണ്ടതുകൊണ്ട് തന്നെ ബെക്കിക്ക് ഇതൊട്ടും വിശ്വാസമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ അകത്തുള്ള പെൻസിലും പേനയും എല്ലാം ആയുധമാക്കിയെടുക്കും. എന്നിട്ട് അവിടുന്ന് ഔട്ട് ഹൗസിന് മുകളിലേക്കും വരും. ബെക്കി കയ്യിൽ ഒരു നാണയം എടുത്തിട്ടുണ്ടായിരുന്നു. ഈ നാണയം അവൾ താക്കോലാണെന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് എറിയും. ഇത് കണ്ട പോളും താക്കോലാണെന്ന് വിചാരിക്കും. പോള് നാണയം തേടുന്ന ടൈമിൽ ബെക്കി താഴേക്ക് തൂങ്ങിയിറങ്ങി പോളിൻ്റെ കഴുത്തിൽ കുത്തും. പിന്നീട് അവനെ അവിടെ വെച്ച് കുത്തി കൊലപ്പെടുത്തുകയും ചെയ്യും. ഇവിടെ വീടിനകത്ത് അപ്പെക്സ് കില്ലിയുടെ അടുത്തേക്ക് പോകും. അവളുടെ കാലിലെ മുറിവ് അവൻ നോക്കുകയും ചെയ്യും. ആ ടൈമിൽ കില്ലി അപ്പെക്സിനോട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം എന്ന് പറയും. ഈ കൂട്ടത്തിൽ ആകെ കുറച്ച് അനുകമ്പയുള്ളത് അപ്പെക്സിന് മാത്രമായിരുന്നു. ആ ടൈമിലാണ് ഇത് കണ്ട ഡോമിനിക്ക് അപ്പെക്സിനെ അങ്ങോട്ടേക്ക് വിളിക്കുന്നത്. ഡോമിനിക്കിൻ്റെ ഗൺ അപ്പെക്സിൻ്റെ കയ്യിലേക്ക് കൊടുക്കും. എന്നിട്ട് ഡോമിനിക്ക് തൻ്റെ ദേഹത്തേക്ക് വെക്കും. ഡോമിനിക്ക് അപ്പെക്സിനോട് പറയും, നമ്മൾ ജയിലിൽ കിടന്നപ്പോൾ 9 വർഷമായിട്ട് ഇത് പ്ലാൻ ചെയ്യുകയായിരുന്നു. എന്നെ ചതിക്കാൻ വല്ല പ്ലാനുമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വെടിവെച്ച് കൊന്നോളാൻ ഡോമിനിക്ക് അപ്പെക്സിനോട് പറയും.
ഇത് കേട്ട അപ്പെക്സിന് കുറ്റബോധം തോന്നുകയും ഡൊമിനിക്കിന്റെ കൂടെ തന്നെ നിൽക്കുകയും ചെയ്യും. ഈ ടൈമിലാണ് ബെക്കി പോളിന്റെ വാക്കിട്ടോക്കി ഡൊമിനിക്കിന്റെ അടുത്തേക്ക് എറിയുന്നത്. ബ്രൂട്ടലായിട്ടുള്ള കാര്യങ്ങൾ അവൾക്കും ചെയ്യാൻ പറ്റുമെന്ന് അവൾ ഡൊമിനിക്കിനോട് പറയും. ഇത് കണ്ട ഡൊമിനിക്ക് കില്ലിയുടെ അടുത്തേക്ക് പോകും. ബെക്കിക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ഡൊമിനിക്ക് കില്ലിയോട് പറയും. പക്ഷേ ബെക്കിക്ക് എന്നെ ഇഷ്ടമല്ലെന്നും ഞാൻ പറഞ്ഞാൽ അവൾ കേൾക്കില്ലെന്നും കില്ലി ഡൊമിനിക്കിനോട് പറയും. ഈ ടൈമിൽ ഡൊമിനിക്ക് ബെക്കിയെ പിടിക്കാൻ വേണ്ടി അപ്പെക്സിനെയും ഹാമണ്ടിനെയും കാട്ടിലേക്ക് പറഞ്ഞു വിടും. ആ ടൈമിൽ തന്നെ ബെക്കി ആണെങ്കിലോ അക്രമികളെ പിടികൂടാൻ വേണ്ടി കെണി ഉണ്ടാക്കുകയായിരുന്നു. ബെക്കിയെ തേടി ഹാമണ്ട് കാട്ടിലേക്ക് വരും. ആ ടൈമിലാണ് അവൻ പോളിന്റെ ബോഡി കാണുന്നത്. അപ്പോഴേക്കും അവിടെ ബെക്കിയും എത്തും. എന്നെ പിടികൂടാൻ പറഞ്ഞ് കളിയാക്കിയ ശേഷം ബെക്കി അവിടെ ഓടിപ്പോകും. പുറകെ തന്നെ ഹാമണ്ട് ഓടും. ഹാമണ്ട് ആ തടാകത്തിലേക്ക് എത്തും. ബെക്കി അവിടെ എത്തിക്കും. ബെക്കിയെ പിടിക്കാനായി ഹാമണ്ട് പോകുമ്പോഴോ ബെക്കിയുടെ കെണിയിലേക്ക് ഹാമണ്ട് വീഴും. അപ്പോൾ തന്നെ ബെക്കി അവനെ തടിയെടുത്ത് ആക്രമിക്കും. പക്ഷെ ദേഷ്യം വന്ന ഹാമണ്ട് ബെക്കിയെയും ആക്രമിക്കാൻ നോക്കും. പക്ഷെ അവൾ എങ്ങനെയൊക്കെ ഒഴിഞ്ഞു മാറും. അവിടുന്ന് എഴുന്നേറ്റ് ബെക്കി ഹാമണ്ടിന്റെ മേത്തേക്ക് ചാടിക്കയറും. ഹാമണ്ടിനെ വെള്ളത്തിലേക്ക് തള്ളിയിടുകയും ചെയ്യും. വെള്ളത്തിലേക്ക് വീണ ഹാമണ്ട് നീന്താൻ അറിയില്ലെന്നുള്ള കാര്യം ഉറക്കെ വിളിച്ചു പറയും. ആ ടൈമിലാണ് ബെക്കി ബോട്ടിലേക്ക് കയറുന്നത്. ബോട്ട് സ്റ്റാർട്ട് ചെയ്ത് ബോട്ടിന്റെ പ്രൊപ്പലർ ഹാമണ്ടിന്റെ തലയിലേക്ക് വെക്കും. ഹാമണ്ട് അവിടെ തന്നെ മരണപ്പെടുകയും ചെയ്യും. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ബെക്കി അവിടെ നിന്ന് പോകുമ്പോഴോ നേരെ വന്നത് അപ്പെക്സിന്റെ മുമ്പിലേക്കായിരുന്നു. ബെക്കിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവളുടെ നായ അപ്പെക്സിന്റെ അടുത്തേക്ക് പോകും. പക്ഷെ അപ്പെക്സ് ആ നായയെ അടിച്ചിടുകയും ചെയ്യും. ഇത് കണ്ട് വിഷമത്തോടെ നായയുടെ അടുത്തേക്ക് വരുമ്പം അപ്പെക്സ് ബെക്കിയെ പിടികൂടും. ബെക്കിയെ അവിടെ നിന്ന് കൊണ്ടുപോകാനായും തുടങ്ങും. പക്ഷെ ബെക്കി എങ്ങനെയൊക്കെയോ അപ്പെക്സിനെ കയ്യിൽ കടിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടാൻ തുടങ്ങും. ആ ടൈമിൽ വീണ്ടും പിടികൂടിയ അപ്പെക്സ് ബെക്കിയെ എടുത്തടിക്കും. അവളെ ആക്രമിക്കാൻ വേണ്ടിയും തുടങ്ങും. പക്ഷെ അവൻ ഒരുപാട് അവളെ ആക്രമിക്കില്ല. നിനക്ക് രക്ഷപ്പെടാൻ ഇനിയും ടൈമുണ്ട്, ഇവിടുന്ന് പൊക്കോളാൻ അപ്പെക്സ് അവളോട് പറയും. പിന്നീട് അപ്പെക്സ് അവിടെ നിന്ന് നടന്നു പോവുകയും ചെയ്യും. ആ ടൈമിൽ ബെക്കിയുടെ നായയ്ക്ക് വീണ്ടും ബോധം വരികയും ചെയ്യും. അങ്ങനെ രാത്രിയാകുമ്പം ബെക്കി തൻ്റെ നായയും കൂട്ടി അവളുടെ അച്ഛൻ്റെ ബോഡി കിടന്നിടത്തേക്ക് പോകും. അവളുടെ ഡാഡിയോട് രാവിലെ ഉടക്കുണ്ടാക്കിയതിൽ അവൾ ക്ഷമയും ചോദിക്കും. അതോടൊപ്പം തന്നെ ഡാഡിയുടെ പോക്കറ്റിൽ നിന്ന് കാറിൻ്റെ കീയും അവൾ എടുക്കും. അവിടുന്ന് നേരെ ബെക്കി വീട്ടിലേക്ക് വരും. നിങ്ങളെ ഞാൻ രക്ഷപ്പെടുത്തുമെന്ന് അവൾ ഗ്ലാസ്സിലൂടെ കില്ലിക്ക് എഴുതി കൊടുക്കും. ആ ടൈമിലാണ് അങ്ങോട്ടേക്ക് ഡൊമിനിക്ക് വരുന്നത്. ഡൊമിനിക്ക് ബെക്കിയെ കാണാതിരിക്കാൻ വേണ്ടി കില്ലി അവനെ ഡൈവേർട്ട് ചെയ്യും. നിങ്ങൾ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് കില്ലി അവനോട് ചോദിക്കും. ഞാൻ വെളുത്ത വർഗ്ഗക്കാരുടെ നേതാവാണെന്നും ആ താക്കോൽ എൻ്റെ ലക്ഷ്യമാണെന്നും ഡൊമിനിക്ക് കില്ലിയോട് പറയും. ഇതൊക്കെ കേട്ട കില്ലി മണ്ടനെന്ന് ഡൊമിനിക്കിനെ വിളിക്കുകയും ചെയ്യും. ദേഷ്യം വന്ന ഡൊമിനിക്ക് കില്ലിയെ അടിക്കാനായി തുടങ്ങും. ആ ടൈമിലാണ് പുറത്ത് കാറിൻ്റെ അലാം സൗണ്ട് കേൾക്കുന്നത്. ഇത് കേട്ട ഡൊമിനിക്ക് വീടിന് പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യും. ആ ടൈമിൽ തന്നെ കില്ലി അവിടെ നിന്ന് എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോകും. അടുക്കളയിലെ കത്തിയെടുത്ത് അവളുടെയും മകൻ്റെയും കയ്യിലെ കെട്ട് മുറിച്ചു വിടുകയും ചെയ്യും. പുറത്ത് അലാം സൗണ്ട് കേട്ട ഡൊമിനിക്കാണെങ്കിലോ വണ്ടിയുടെ അകത്ത് എന്താണെന്നറിയാൻ ഡോറ് തുറക്കും. ആ ടൈമിലാണ് ബെക്കിയുടെ നായ അവൻ്റെ കയ്യിൽ കടിക്കുന്നത്. ഡൊമിനിക്ക് എങ്ങനെയൊക്കെ അവിടെ നിന്ന് കൈയെടുക്കും. വണ്ടിയുടെ അകത്ത് ബെക്കിയും കാണുമെന്നോർത്ത ഡൊമിനിക്ക് അവൻ്റെ കയ്യിൽ തോക്കെടുക്കും. പക്ഷേ ബെക്കിയുള്ളത് അപ്പുറത്ത് വേറൊരു വണ്ടിയിലായിരുന്നു. അപ്പോഴാണ് ബെക്കി ആ വണ്ടി മുമ്പോട്ടെടുത്ത് ഡൊമിനിക്കിനെ ഇടിച്ചിടുന്നത്. പക്ഷേ ആ വണ്ടിയുടെ കൺട്രോൾ പോയി അതും മറ്റൊരിടത്ത് പോയി ഇടിക്കും. പക്ഷേ ആ വണ്ടിയിലാണെങ്കിലോ അപകടം പറ്റിക്കഴിഞ്ഞാൽ പോലീസ് ഓട്ടോമാറ്റിക്കായിട്ട് അറിയുന്ന ടെക്നോളജി ഉണ്ടായിരുന്നു. അങ്ങനെ കാറിൽ നിന്നിറങ്ങി ബെക്കി അവിടെ നിന്ന് ഓടിപ്പോകും. അവിടേക്ക് പോയി അവൾ അവിടെ നിന്ന് പെട്രോൾ എടുക്കുകയും ചെയ്യും. ഈ ടൈമിലെല്ലാം ഡൊമിനിക്ക് ബെക്കി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ബെക്കി തീയുടെ മുന്നിലിരുന്ന് പാട്ട് പാടുന്നത്. ഇതെല്ലാം കണ്ട ഡൊമിനിക്കിന് അവളുടെ ബുദ്ധി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. മാതാപിതാക്കൾ മരണപ്പെട്ട നിന്നെ ഞാൻ ദത്തെടുത്തോളാമെന്ന് ഡൊമിനിക്ക് അവളോട് പറയും. പക്ഷേ ഇതൊന്നും ഇഷ്ടപ്പെടാത്ത ബെക്കിയാണെങ്കിലോ പെട്രോൾ നിറച്ച തോക്കെടുത്ത് ഡൊമിനിക്കിനെ വെടിവെക്കുകയും ചെയ്യും. ഡൊമിനിക്കിൻ്റെ ബോഡി മുഴുവൻ തീ പിടിക്കുകയും ചെയ്യും. ദേഹത്തെ തീ കെടുത്തിയ ശേഷം ഡൊമിനിക്ക് ബെക്കിയുടെ മേത്തേക്ക് ചാടി വീഴും. അവളെ ആക്രമിച്ച് അവളുടെ താക്കോലും എടുക്കും. പിന്നീട് തൻ്റെ ഗണ്ണെടുത്ത് ഡൊമിനിക്ക് ബെക്കിയെ കൊലപ്പെടുത്താൻ വേണ്ടി തുടങ്ങും. ആ ടൈമിലാണ് അങ്ങോട്ടേക്ക് അപ്പെക്സ് വന്ന് ഡൊമിനിക്കിനെ തട്ടി മാറ്റുന്നത്. നീ എൻ്റെ കൂടെ നിൽക്കില്ലേ എന്ന് ഡൊമിനിക്ക് അപ്പെക്സിനോട് ചോദിക്കും. ഇത് കേട്ട അപ്പെക്സ് ഇല്ലെന്നും പറയും. ആ ടൈമിൽ തന്നെ ഡൊമിനിക്ക് അവനെ ഷൂട്ട് ചെയ്യും. അവൻ ബെക്കിയെ കൂടി ഷൂട്ട് ചെയ്യാൻ നോക്കും. പക്ഷേ ബെക്കി അവിടെ നിന്ന് എങ്ങനെയൊക്കെ ഓടി രക്ഷപ്പെടും. അവൾ വീണ്ടും പോയി പുല്ല് വെട്ടുന്ന യന്ത്രമെടുക്കും. ആ ടൈമിലെല്ലാം അപ്പെക്സും ഡൊമിനിക്കും തമ്മിൽ വലിയ ഫൈറ്റ് നടക്കുകയായിരുന്നു. അപ്പോഴേക്കും അങ്ങോട്ട് ബെക്കി പുല്ല് വെട്ടുന്ന യന്ത്രവുമായി വന്ന് ഡൊമിനിക്കിനെ കൊലപ്പെടുത്തുകയും ചെയ്യും. ഡൊമിനിക്കിനെ കൊന്ന ശേഷം ബെക്കി അപ്പെക്സിൻ്റെ അടുത്തേക്ക് വരും. അപ്പെക്സ് അവളോട് ക്ഷമയും ചോദിക്കും.
പക്ഷെ ബെക്കി അതൊന്നും കൂട്ടാക്കാതെ തോക്കെടുത്ത് അപ്പെക്സിനെയും വെടിവെച്ച് കൊലപ്പെടുത്തു. പിന്നീട് അവിടെ കിടന്ന ആ താക്കോലെടുത്ത ശേഷം ഈ താക്കോലിന് എന്താ ഇത്ര പ്രത്യേകത എന്ന് ബെക്കി ഓർക്കുന്നതായിട്ട് നമ്മളെ കാണിക്കും. അങ്ങനെ കുറച്ച് ടൈം കഴിഞ്ഞ് കില്ലി അവളുടെ മകനെയും കൂട്ടി ബെക്കിയുടെ അടുത്തേക്ക് എത്തും. കുറച്ച് കഴിയുമ്പം അങ്ങോട്ടേക്ക് പോലീസും എത്തും. അങ്ങനെ പിന്നീട് നമ്മളെ കാണിക്കുന്നത് ഈ മൂവിയുടെ തുടക്കം കാണിച്ച ഭാഗമാണ്. അവിടെ എന്താ നടന്നത് എന്നൊക്കെ പോലീസ് അവളോട് ചോദിക്കും. പക്ഷെ അവർ ആ താക്കോലിന് വേണ്ടിയാണ് വന്നത് എന്നുള്ള കാര്യം ബെക്കി പോലീസിനോട് പറയില്ല. ബെക്കി അവിടെ ചെയ്ത കാര്യങ്ങളൊക്കെ കേട്ട് പോലീസ് പേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോലീസ് അവിടുന്ന് പോയ ശേഷം ഡോമിനിക്ക് തേടി വന്ന ആ താക്കോൽ അവൾ കഴുത്തിൽ മാലയാക്കി ഇട്ടിരിക്കുന്നതായിട്ട് നമ്മളെ കാണിക്കും. ബെക്കി ആ ടൈമിൽ ഒരു പ്രത്യേക നോട്ടം നോക്കുന്നതായിട്ടും നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഇവിടം കൊണ്ട് ഈ മൂവിയും തീരും.